ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ നിറവ്യത്യാസം. എന്തോ ദ്രാവകം ഒഴിച്ചതെന്നാണ് സംശയം. തിരുവാഭരണ കമ്മീഷണർ അടക്കം പരിശോധന നടത്തി. നെയ്യാണ് ഒഴിച്ചതെന്നാണ് വിലയിരുത്തൽ. ശബരിമല ശ്രീകോവിലിന് മുകളിലെ വലതുവശത്തെ ഭാഗത്താണ് ഈ നിറവ്യത്യാസം കണ്ടെത്തിയത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു നിറവ്യത്യാസം കണ്ടെത്തിയത്. SITയുടെ പരിശോധന ഇന്നലെ കൊണ്ട് പൂർത്തിയായി. ശ്രീകോവിലിന്റെയും കട്ടളപ്പാളിയിലെ ഒപ്പം പ്രഭാമണ്ഡലത്തിന്റെയും പരിശോധനയാണ് ഇന്നലെ പൂർത്തിയായത്. അതിന് പിന്നാലെയാണ് ഈ ശ്രീകോവിലിന് മുകളിലെ നിറവ്യത്യാസം കണ്ടെത്തിയത്. എന്തായാലും സ്വർണ്ണം പൊതിഞ്ഞ ഭാഗമാണിത്. അവിടെ ഒരു നിറവ്യത്യാസം കണ്ടത് ഒരു ആശങ്കയ്ക്ക് കാരണമായി. എന്തായാലും സ്പെഷ്യൽ കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ ഇതര സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ ക്ഷേത്രത്തിന് മുകളിൽ നെയ്യൊക്കെ ഒഴിക്കുന്ന പതിവുണ്ട്. അത്തരത്തിൽ നെയ്യ് ഒഴിച്ചതിൻ്റെ ഭാഗമായി അതിൽ പൊടിപടലങ്ങൾ പറ്റിയ ഒരു നിറവ്യത്യാസമായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും വിശദമായ ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള നടപടികൾ ഉടനെ ഉണ്ടാവും. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നെയ്യ് ഒഴിച്ചതിൻ്റെ ഭാഗമായി ആ നെയ്യിൽ പൊടിപടലങ്ങൾ പറ്റിയുള്ളൊരു വ്യത്യാസമായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തായാലും SITയുടെ പരിശോധന ഇന്നലെ കൊണ്ട് പൂർത്തിയായി. SIT ഈ പ്രഭാമണ്ഡലം ഒപ്പം കട്ടളപ്പാളിയുടെ താഴത്തെ സ്വർണ്ണത്തിൻ്റെ തൂക്കം എന്നിവയൊക്കെയാണ് പരിശോധിച്ച് അത് പൂർവ്വസ്ഥിതിയിൽ പിന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്തായാലും അതിന് പിന്നാലെ ഇത് കണ്ടെത്തിയോടുകൂടിയാണ് ഈ ആശങ്കയ്ക്ക് കാരണമായത്. എന്തായാലും വിശദമായൊരു പരിശോധന ഇത് ആവശ്യമായി വരും. എന്തുകൊണ്ട് ഇതുണ്ടായി? കാരണം ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം മുഴുവൻ സ്വർണ്ണം പൂശിയ ഭാഗമാണ്. അവിടെ ഒരു കറുത്ത നിറത്തിൽ ഇത്തരത്തിലൊരു നിറവ്യത്യാസം കണ്ടത് വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നതും അത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന രാസപരിശോധന എന്തെങ്കിലും തരത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.